السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം മാസമാണ് നമ്മളിലേക്ക് ആഗതമായിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറം, ആ മുഹറം 1 നമ്മുടെ പുതുവത്സര ദിനമാണ്. അപ്പോൾ പുതിയൊരു വർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നിൻ്റെ യുഗത്തിൽ ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ അതിന് ജനുവരി 1 ആകട്ടെ, മുഹറം 1 ആകട്ടെ, അതല്ല ഇനി മലയാള മാസം 1 ആകട്ടെ, ഏതായാലും ആ ഒരു വർഷത്തിൻ്റെ തുടക്കമാകുന്ന ആദ്യത്തെ ദിവസം, ഉദാഹരണത്തിന് ജനുവരി 1, ആ ജനുവരി 1 പുതുവർഷമായി ആഘോഷിക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പുതുവർഷ പിറവി നമ്മൾ എല്ലാവരും ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ മുഹറം 1, ആ മുഹറം 1 വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണോ വേണ്ടത്, ദുഃഖിക്കുകയാണോ വേണ്ടത്? ജനുവരി 1 ആഗതമാകുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയാണോ വേണ്ടത്, ആഘോഷിക്കുകയാണോ വേണ്ടത്? അത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എല്ലാവരും ആഘോഷിക്കുക എന്നാണ് പറയുന്നതും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളത് ചിന്തിച്ചു നോക്ക്, നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? അത് മുസ്ലിമായാലും ഇതര മത സമുദായത്തിൽപ്പെട്ടവരായാലും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ എങ്ങനെയാണ് ആ ദിവസത്തെ ആഘോഷിക്കുന്നത്? കാരണം നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കാൻ തന്നിട്ടുള്ള ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഒരു വയസ്സ് നമുക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ദുഃഖിക്കുകയല്ലേ വേണ്ടത്? ഒരു 60 വയസ്സ് വരെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു വർഷം പോയി, ഒരായുസ്, ഒരു വർഷം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു, ഒരു വയസ്സ് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഓരോ പുതുവർഷവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അത് ആഘോഷിക്കാനുള്ള ദിവസമല്ല, ദുഃഖിക്കാനുള്ള ദിവസമാണ്. നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇന്നൽ ഇൻസാന ഇദാ വുലിദ, ഒരു മനുഷ്യനെ പ്രസവിക്കപ്പെടുമ്പോൾ, അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും പ്രസവിക്കപ്പെട്ട സമയത്ത് ഉദിന വ ഉഖീമ, ബാങ്കും ഇഖാമത്തും കൊടുക്കപ്പെട്ടു, ഫീ ഉദിനിഹി, അവൻ്റെ ചെവിയിൽ, നമ്മുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, വലമ്മാ യമൂതു, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് വലമ്മാ യമൂതു ലാ അദാന വലാ ഇഖാമത, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കുന്നില്ല, ഇഖാമത്തും കൊടുക്കുന്നില്ല. ഇതൊക്കെ ജനിച്ചപ്പോഴേ കൊടുത്തു വെച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണ്? സാധാരണ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇഖാമത്ത് കൊടുക്കും. ഈ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് അധിക സമയമില്ല. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ ഉടനെ നിസ്കരിക്കലാണ്. അപ്പോൾ ജനിച്ച ഒരു കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഉടൻ തന്നെ ഇഖാമത്തും കൊടുക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിൻ്റെ സമയമായി. ഏത് നിസ്കാരം? മയ്യത്ത് നിസ്കാരത്തിൻ്റെ സമയത്തിന് അതിന് അധികം വിദൂരമല്ല. ഈ ജനിച്ച കുട്ടിയുടെ ഈ ഇഖാമത്തിൻ്റെ നിസ്കാരം വരണം. ആ നിസ്കാരം ഏതാണ്? മയ്യത്ത് നിസ്കാരം വരാനുണ്ട്. ആ മയ്യത്ത് നിസ്കാരത്തിന് ഇവൻ്റെ മരണത്തിൻ്റെയും അതുപോലെ ഈ ഇഖാമത്തിൻ്റെയും ഇടയിൽ അധിക സമയമില്ല, അധിക ദൂരമില്ല എന്നാണത് സൂചിപ്പിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ബുദ്ധിപൂർവ്വം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ വലമ്മാ യമൂതു ലാ അദാന വലാ ഇഖാമത, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ലിസ്വലാത്തിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി അവിടെ ബാങ്കോ ഇഖാമത്തോ കൊടുക്കുന്നില്ല. ഫമഅനാഹു, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അന്ന ഉംറഹു ഖലീൽ, ഈ ജനിച്ച കുഞ്ഞിൻ്റെ ആയുസ് കുറവാണ്. അതായത് അതൊരു കുട്ടിക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, എല്ലാവരുടെയും. ഈ ജനിച്ച കുട്ടിക്ക് ആയുസ് കുറവാണ്.
അവൻ്റെ ജീവിതം ഭൂമിയിൽ കുറവാണ്. ഉടൻ തന്നെ അവൻ ആഖിറത്ത് ഖബറിലേക്ക് പോകാനുള്ളവനാണ്. അപ്പോൾ എന്നാണത് സൂചിപ്പിക്കുന്നത്? കാരണം ഇഖാമത്ത് കൊടുത്തു, ഇനി ഉടനെ നിസ്കാരമാണ്. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ നിസ്കാരമാണ്. കമാ ബൈനൽ ഇഖാമത്തി വസ്സലാ, നിസ്കാരത്തിൻ്റെയും സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി, ഈ നിസ്കാരങ്ങളുടെ ഇടയിൽ ആ നിസ്കാരത്തിനുള്ള ഇഖാമത്തിൻ്റെയും ആ നിസ്കാരങ്ങളുടെയും ഇടയിൽ അധിക സമയമില്ലാത്തതുപോലെ ഇഖാമത്തിൻ്റെയും ഈ ജനിച്ചപ്പോൾ കൊടുത്ത ഇഖാമത്തിൻ്റെയും അതുപോലെ അവൻ്റെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെയും ഇടയിൽ അധിക സമയം ഇല്ല, ഇവൻ്റെ ആയുസ് കുറവാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്ന് ഈ ബാങ്കും ഇഖാമത്തിലൂടെയും ജനിച്ചാലുടനെ കൊടുക്കുന്ന ബാങ്കിലൂടെയും ഇഖാമത്തിലൂടെയും നമുക്കുള്ള സൂചന അതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓരോ പുതുവർഷങ്ങളും, അത് മുഹറം ഒന്നായാലും ഇനി ജനുവരി ഒന്നായാലും, നമ്മൾ ദുഃഖിക്കേണ്ട ദിവസമാണ്. കാരണം നമ്മുടെ ഒരായുസ് കഴിഞ്ഞു പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ള ആയുസ്സിൽ നിന്നും ഒരു വയസ്സ് കുറഞ്ഞു പോയിരിക്കുകയാണ്, കഴിഞ്ഞു പോയിരിക്കുകയാണ്. ആ കഴിഞ്ഞുപോയ വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു, എന്ത് ഇബാദത്തുകൾ ചെയ്തു, എന്ത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു, ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു എന്ന് ഓരോ മുഅ്മിനായ മനുഷ്യനും ചിന്തിക്കേണ്ട സമയമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഒരുപാട് വർഷങ്ങളോളം ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്, അഅ്മാറു ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമുദായമായ നമ്മളുടെയൊക്കെ ആയുസ് അത് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് ആയുസ്? ഏകദേശം എല്ലാവരുടെയും, ഏകദേശം ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ആയുസ് എത്രയാണ്? മാ ബൈന സിത്തീന ഇലാ സബ്ഈൻ, 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചിലർ 100 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടല്ലോ, 90 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടല്ലോ, 80 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടല്ലോ. അത് ഭൂരിഭാഗം ജനങ്ങളും ഈ 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ മരണപ്പെട്ടു പോകുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സൂചന എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആ പറഞ്ഞത് അതാണ് സൂചന എന്ന് തെളിയിക്കുന്ന വാർത്തകളല്ലേ ഓരോ ദിവസവും നമ്മൾ ആ പത്രത്തിൻ്റെ ചരമക്കോളം എടുത്ത് നോക്കണം. ചരമക്കോളം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് മരിച്ചിട്ടുള്ളത് എത്രാമത്തെ വയസ്സിലാണ്, ഏതൊക്കെ വയസ്സിൻ്റെ ഇടയ്ക്കാണെന്ന് നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഈ ഹദീസിൻ്റെ അർത്ഥം ബോധ്യപ്പെടുന്നതാണ്. വളരെ കുറച്ച് പേർ മാത്രമേ 70 വയസ്സിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പോകുന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ തങ്ങൾ, ഉള്ളാൽ തങ്ങളുടെ മകൻ ഖുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാനവറുകൾക്ക് വഫാത്താകുമ്പോൾ 64 65 വയസ്സാണ് ഉണ്ടായിരുന്നത്. 64 എന്നും പത്രത്തിൽ കണ്ടു, 65 എന്നും കണ്ടു. ചുരുക്കി പറഞ്ഞാൽ 64 65 വയസ്സ് അത്രയായിട്ടുള്ളൂ. നോക്കൂ, 60ൻ്റെയും 70ൻ്റെയും ഇടയിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ സമുദായത്തിൽ അധിക ജനങ്ങളുടെയും ആയുസ് അത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ഭൂമി ലോകത്ത് ഒരു 60 കൊല്ലമാണ് ജീവിക്കുന്നതെന്ന് വെക്കുക. ഞാൻ 60 കൊല്ലം എനിക്ക് കിട്ടിയല്ലോ. ഈ 60 കൊല്ലം കിട്ടുമ്പോൾ 60 കൊല്ലവും എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാം, 60 കൊല്ലവും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്ന് നാം ചിന്തിക്കേണ്ടതില്ല. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ 60 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ എത്ര ദിവസമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? 21,900 ദിവസമാണ്. 21,900. അപ്പം 22,000 ദിവസത്തിൻ്റെ കുറവ്. അത്രയും ദിവസമാണ് ഈ ഭൂമി ലോകത്ത് അവൻ ജീവിക്കുന്നത്. എന്നാൽ അത്രയും ദിവസം ജീവിക്കുന്ന മനുഷ്യൻ ഓരോ ദിവസവും ഒരു 8 മണിക്കൂർ വീതം ഉറങ്ങിയാൽ, ശാസ്ത്രവും പറയുന്നത് അങ്ങനെയാണല്ലോ, ഒരു 8 മണിക്കൂർ ദിവസം ഉറങ്ങണമെന്നാണ്. 8 മണിക്കൂർ വെച്ച് ഒരാൾ ഉറങ്ങിയാൽ അതിൽ 20 കൊല്ലം അവൻ ഉറക്കിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നോക്കൂ, 60 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ ഓരോ ദിവസവും 8 മണിക്കൂർ രാത്രി കിടന്ന് ഉറങ്ങിയാൽ, അല്ലെങ്കിൽ രാത്രിയും പകലും കൂടി 8 മണിക്കൂർ ഉറങ്ങിയാൽ അവൻ്റെ 20 കൊല്ലം അവൻ ഉറങ്ങിത്തീർത്തു, ഒന്നും അറിയാതെ കണ്ണടച്ചുറങ്ങി തീർത്തിരിക്കുകയാണ്.
നോക്കൂ, 20 കൊല്ലം പോയി. ബാക്കി എത്ര ഉണ്ട്? 40 കൊല്ലമാണ് ബാക്കിയുള്ളത്. ബാക്കി ലഭിക്കുന്നത് 14,600 ദിവസം. 14,600 ദിവസം അഥവാ 40 കൊല്ലം. 40 കൊല്ലമാണ് ബാക്കിയുള്ളത്. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അതിൽ നമ്മുടെ കുട്ടിക്കാലവും പഠനകാലവും വിനോദങ്ങളുമൊക്കെയായി ഒരു 25 കൊല്ലം കടന്നു പോവുകയാണ്. കുട്ടിക്കാലം നമുക്കൊന്നും അറിയാത്ത പ്രായം, അവിടുന്ന് വളർന്നു വരുന്നു. 25 വയസ്സ് വരെയും ഒന്നുകിൽ പഠനം, വിനോദം, സന്തോഷമൊക്കെയായിട്ട് 25 കൊല്ലം കടന്നു പോവുകയാണ്. ആ സമയത്ത് വലിയ ഇബാദത്തുകളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ ബാക്കി കിട്ടുന്നത് 15 കൊല്ലമാണ്. 40 കൊല്ലത്തിൽ 25 കൊല്ലവും പോയി കഴിഞ്ഞപ്പോൾ ബാക്കി 15 കൊല്ലം. ആ 15 കൊല്ലം 60 വയസ്സ് വരെ 60 വർഷം ഈ ഭൂമി ലോകത്ത് ജീവിച്ച മനുഷ്യനിക്ക് ലഭിക്കുന്നത് 15 കൊല്ലമാണ്. എല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടിയത് 15 കൊല്ലം. ഈ 15 കൊല്ലത്തിനുള്ളിലോ ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയാണ്. അവൻ്റെ കുടുംബം നോക്കണം, അവൻ ജോലിക്ക് പോകണം, അതുപോലെ തന്നെ നാടിന് വേണ്ടി പ്രവർത്തിക്കണം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ 100,000 ജോലികൾ ഈ 15 കൊല്ലം കൊണ്ട് ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ എവിടെയാണ് ഇബാദത്തിന് സമയം? ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ എവിടെയാണ് സമയം? അപ്പോൾ 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന് ഈ എല്ലാം കളഞ്ഞ് അവസാനം കിട്ടുന്ന 15 കൊല്ലത്തിൽ തന്നെ ആ 15 കൊല്ലം ഫുള്ളായിട്ട് കിട്ടുന്നില്ല. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകണം, ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകണം, കുടുംബത്തെ നോക്കണം, ഹോസ്പിറ്റലിൽ പോകണം, ജോലിക്ക് പോകണം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുപാട് സമയം പിന്നെയും മാറ്റിവെക്കുമ്പോൾ ആഖിറത്തിലേക്ക് വേണ്ടി ഇബാദത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? 60 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ എത്ര ഇബാദത്ത് ചെയ്യാൻ അവന് സമയം കിട്ടുന്നുണ്ട് എന്നും കൂടി ചിന്തിക്കണം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ എപ്പോഴും ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപാട് കൂടുതൽ ആഘോഷങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നമ്മൾ എപ്പോഴും എൻ്റെ ഓരോ ദിവസം കഴിഞ്ഞു പോകും തോറും എൻ്റെ ആയുസ്സിൽ നിന്നുള്ള ഓരോ ദിവസവുമാണ് കഴിഞ്ഞു പോകുന്നത്. നോക്കൂ, ആ ക്ലോക്കിലെ സൂചി, സെക്കൻഡ് സൂചി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണാനൊരു രസമാണ്. എന്നാൽ ആ ഓരോ ചലനവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സെക്കൻഡ് സൂചി ഓരോ സെക്കൻഡിൽ ചലിക്കുമ്പോഴും നമ്മുടെ ആയുസ്സിൽ നിന്ന് അത്രയും കുറവ് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് നമുക്ക് ഓരോരുത്തരും ഓർമ്മ വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരി ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട് കാരണം പ്രത്യേകിച്ച് ദുആരക്കണം, ആ ഭർത്താവ് നന്നാകാൻ വേണ്ടി ദുആരക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി അല്ലാഹു സൽസ്വഭാവിയാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.